മലയാളത്തിൻ്റെ ആരാധ്യനായ സംവിധായകൻ സിബി സാർ മലയാള സിനിമയ്ക്ക് ചെയ്ത എന്തൊക്കെ സംഭാവനകളാണെന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ നിന്നാൽ തീരാത്തത്ര സംസാരിക്കാനുണ്ട്. കാരണം സിബി സാറിൻ്റെ സിനിമകളിലൂടെ മലയാളത്തിലേക്ക് വന്ന ദേശീയ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, നിരവധി വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്യാൻ ആരാധ്യനായ സിബി സാറിന് സാധിച്ചിട്ടുണ്ട്. സാധാരണ തൊഴിലല്ല, വളരെയധികം നല്ല തൊഴിൽ ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ തന്നെ പ്രചാരകന്മാരായിട്ട് ഇത്തരം ചാനലുകൾ മാറുന്നു. അതിൽ സമഗ്ര ചാനൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഇതിൻ്റെ 3ാം വാർഷികാഘോഷവും അതോടൊപ്പം ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തികൾക്കുള്ള ആദരവും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു. വാർത്താ സംസ്കാരം സമഗ്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് എൻ്റെ മുമ്പിൽ ആദരിക്കപ്പെടുവാനായി ഇവിടെ ക്ഷണിച്ച് വന്നിരിക്കുന്ന ഈ മഹത് വ്യക്തികൾ. ഏറ്റവും നന്നായി സംവിധാനം ചെയ്ത് തിയേറ്ററിലെത്തിക്കുകയും ജനങ്ങൾ തള്ളിക്കയറുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ 2-3 തവണ നേരിട്ട് കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തോടൊപ്പം ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇതാദ്യമാണ്. മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ സിബി മലയിലാണ്. കിരീടം എന്ന സിനിമയിൽ കൂടി നമ്മുടെയൊക്കെ ആ സിനിമ കണ്ട ആളുകൾക്കൊക്കെ അറിയാം, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും വനമ്പാട്ട് പാടി, അങ്ങനെയുള്ള ആ സിനിമയിലെ ആ ഗാനം നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് നമ്മളൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ മൂളിപ്പാടിയ പാട്ടാണത്. 3ാം വാർഷികാഘോഷത്തിൽ കൈലാസൻ്റെ സമഗ്ര ചാനൽ ഈ ഒരു 3ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറെ സന്തുഷ്ടയോടെ ഞാൻ നിങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ സമഗ്ര ഇനിയും ഉത്തരോത്തരം മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാം കുട്ടനാടിനീളം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം.